പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും നന്മയുടെയും നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ജന്മദിനം നാം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. ആദ്യമേ തന്നെ ഈ ദിനത്തിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു. ജന്മനാട് എന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പോകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു നദി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് ഉണ്ട്. ഇത് എന്നും നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന തിരുവചനം എൻ്റെ ഓർമ്മയിൽ ഈ സമയം വരുമ്പോൾ ഈ നല്ല ദിനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മിലേക്ക് തന്നെ നമ്മളൊന്ന് ശാന്തരായി നമ്മുടെ ഉള്ളിലെ നന്മയെ, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം ഒന്ന് അനുസ്മരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിശബ്ദരാകാനും നമ്മുടെ സാധ്യതകളെ കണ്ടെത്താനും അത് വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. നമുക്കറിയാലോ, ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ നാടിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ നാടിൻ്റെ നിർമ്മാതാക്കൾ. നമുക്കറിയാമത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ഉള്ളിലെ നന്മകളെ കണ്ടെത്തി അത് അതിൻ്റെ ഏറ്റവും വിസ്തൃതമായ മേഖലകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓരോരുത്തരും വിലപ്പെട്ടവരാണെന്നും ഓരോരുത്തരെയും ഞാൻ ആദരിക്കേണ്ടതാണെന്നും എന്നെ തന്നെ ഞാൻ സ്നേഹിക്കണമെന്നും ഉള്ള ആ ഒരു മൂല്യബോധം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മുടെ ഒരു നാട് കേരളം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നാം അഭിമാനിക്കുന്നുണ്ട്. കാരണം നല്ല ഒരു സംസ്കാരം നമുക്കുണ്ട്. പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു വലിയൊരു സംസ്കാരം നമുക്ക് ഉണ്ട്. അതിന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇത് നമുക്ക് നാളേക്ക് ഇത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം. അതിന് നമ്മുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെയും ഒക്കെ എല്ലാവരുടെയും ജീവിതങ്ങൾ അതിന് പര്യാപ്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ലക്ഷ്യങ്ങളിലും നമ്മുടെ നാടിൻ്റെ നന്മ, നമ്മുടെ സഹജീവികളുടെ നന്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ഭാഷ. ഭാഷയുടെ വിനിയോഗം സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യവുമാണ്. നമ്മുടെ മലയാള ഭാഷ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഭാഷയെ നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ നാടിനെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ ഭാഷയിലൂടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിലൂടെ നമുക്ക് സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ആദരവിൻ്റെയും ഒക്കെ വചനങ്ങൾ നമുക്ക് കൈമാറാം. അങ്ങനെ നമുക്ക് നമ്മുടെ നാടിനെ ആദരിക്കുന്ന, നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്ന ഈ സംസ്കാരത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒക്കെ ഈ നാടിൻ്റെ നാം അനുഭവിക്കുന്ന ആ നന്മയുടെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹവും പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഐക്യകേരളം രൂപീകൃതമാകുമ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു. എന്നാൽ അതിനു മുൻപ് നമ്മുടെ കൊച്ചു കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായി 3ആയി ഭാഗിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങൾക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന ഘടകം മലയാള ഭാഷയാണ്. നമ്മുടെ മാതൃഭാഷ അമ്മ മലയാളം, അതാണ് നമ്മുടെ നാടിനെ യോജിപ്പിച്ചത്. കാരണം ഭാഷ എന്നുള്ളത് വെറും സംവേദനത്തിനുള്ള ഒരു ഉപാധി മാത്രമല്ല, അതൊരു ലോകബോധമാണ്. നമ്മുടെ ഐക്യത്തിൻ്റെ പ്രേരണയും പ്രചോദനവും നമ്മുടെ മാതൃഭാഷയാണ്. എന്നാൽ നമ്മുടെ ദേശത്തിൻ്റെ പ്രവിക്ക് കാരണമായ മലയാള ഭാഷയെ പിന്നീട് നാം അവഗണിക്കുകയായിരുന്നുവെന്ന് വ്യസനത്തോടെയാണെങ്കിലും സമ്മതിക്കേണ്ടി വരും. ഭാഷാ മൗലികവാദം അല്പവും ആശ്വാസ്യമല്ലെങ്കിലും മാതൃഭാഷയെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് ഒരു ജനതയുടെ സാംസ്കാരിക സ്വത്വം നിലനിർത്തുന്നതിന് ഏറെ ആവശ്യമാണ്. ചരിത്രപരവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണെങ്കിലും അത് മലയാളത്തെ അവഗണിച്ചുകൊണ്ടാകാൻ പാടില്ല. കാരണം പല NRI മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി മലയാളം സംസാരിക്കില്ല. അത് അഭിമാനത്തോടെയാണ് അവർ പറയുന്നത്.
വേദനയോടുകൂടി മാത്രമേ നമുക്ക് അതിനെ കാണാനും കേൾക്കാനും സാധിക്കുള്ളൂ. നമ്മൾ ഓർക്കണം, നമ്മുടെ സഹോദര ഭാഷയായ തമിഴിനെയും തെലുങ്കിനെയും അപേക്ഷിച്ച് പ്രായം വളരെ കുറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. അതിൻ്റെ പരാധീനതകൾ ഏറെയുള്ള നമ്മുടെ അമ്മ മലയാളത്തെ അതിൽ നിന്ന് കരകയറ്റാൻ അധികം ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. സാഹിത്യഭാഷ എന്ന നിലയിൽ നിലവാരവും ആദരവും പിടിച്ചു പറ്റിയിട്ടുള്ള മലയാളത്തെ ഒരു വൈജ്ഞാനിക ഭാഷയാക്കി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാകണം ഈ കേരള പിറവി ദിനത്തിൽ പ്രധാനമായ വിചാരങ്ങളിലൊന്ന്. വിവിധ വിജ്ഞാന ശാഖകളെ, പ്രത്യേകിച്ച് ശാസ്ത്ര ശാഖകളെ മലയാള ഭാഷയിൽ അവതരിപ്പിക്കാൻ ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഹൈസ്കൂൾ ക്ലാസ്സുകൾ വരെ മലയാളത്തിൽ പഠിച്ച ശാസ്ത്ര സാമൂഹ്യ വിഷയങ്ങൾ പിന്നീട് ഇംഗ്ലീഷിൽ പഠിക്കേണ്ട വൈദഗ്ധ്യം നേരിടുന്ന നമ്മുടെ മലയാളം മീഡിയം വിദ്യാർത്ഥികളെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഭാഷ എന്ന നിലയിൽ ലോകത്തിന് വൈജ്ഞാനിക മേഖലകളിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും പ്രതിഫലിക്കാൻ തക്കവിധം നമ്മുടെ ഭാഷ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു സാഹിത്യ ഭാഷ എന്ന നിലയിൽ നിന്ന് സമ്പൂർണ്ണ വ്യവഹാര ഭാഷ നിലയിലേക്ക് മലയാളത്തെ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭാഷ വ്യവഹാരത്തിനുള്ളതല്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അതിനാൽ തന്നെ ഭരണതലത്തിലും വൈജ്ഞാനിക തലത്തിലും പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റും വിധം ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന ഭാഷയായി മലയാളത്തെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ജന്മദിനം അമ്മയെ ഓർക്കാനും വന്ദിക്കാനുമുള്ള ദിനമാണ്. നമ്മുടെ നാടിൻ്റെ പിറവി ദിനത്തിൽ നമ്മുടെ അമ്മ മലയാളത്തെ സമ്പൂർണ്ണ ഭാഷയാക്കാനുള്ള ഒരു ഉദ്യമത്തിൽ അണിചേരുന്നതിനുള്ള കടമ നാം മലയാളികൾക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് ഓർക്കാം, പരസ്പരം ഓർമ്മിപ്പിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. അതുപോലെ തന്നെ ഭാഷാ ദിനവുമാണ്. ഈ ദിവസം നമുക്ക് നമ്മുടെ ഭാഷയെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും. നമ്മുടെ ഭാഷ നിസ്സാരമല്ല കേട്ടോ. ലോകത്തുള്ള എല്ലാ സംസ്കാരത്തിലെയും നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ആദ്യ തമിഴ് കൊടുന്തമിഴിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഭാഷയാണ്. കേരളം, ലക്ഷദ്വീപ്, മയ്യഴി എന്നീ സ്ഥലങ്ങളിൽ സംസാര ഭാഷയാണ്. ഇതൊക്കെ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 22 ഔദ്യോഗിക ഭാഷകളിലൊന്ന് നമ്മുടെ മലയാളമാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷ. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള നമ്മുടെ ഭാഷ എപ്പോഴും ലോകത്തിൻ്റെ ഏറ്റവും നല്ല അംശങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് നിരന്തരം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നതിനോടൊപ്പം, ഭാഷാ ദിന ആശംസകൾ നേരുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിടാം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാം. അങ്ങനെയൊരു നല്ല തീരുമാനമെടുക്കാനും ഈ ഭാഷാ ദിനം നമുക്ക് ഉപയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എൻ്റെ എല്ലാ ആശംസകളും. നന്ദി. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 1 കേരളപ്പിറവി. കേരളത്തിന് സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 64 വർഷം തികയുന്ന സുദിനം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന പ്രദേശങ്ങൾ ചേർന്ന 44 നദികളും 43 താലൂക്കുകളും 23 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും 1,35,55,000 ജനങ്ങൾ ജീവിക്കുന്ന കേരളം എന്ന സംസ്ഥാനം പിറവി കൊണ്ടത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 14 ജില്ലകളായി. കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിൽ ഔദ്യോഗിക തെങ്ങും, പുഷ്പം കണിക്കൊന്നയും, മൃഗം ആനയും, പക്ഷി വേഴാമ്പലുമാണ്. 1957 നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് നമ്മുടെ ആദ്യ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1950കളിൽ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളം ഈ 64 വർഷങ്ങൾക്കിടെ വൻ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കഥകളിയുടെയും തുള്ളലിന്റെയും തെയ്യത്തിന്റെയും നാടാണ് നമ്മുടെ കേരളം. കേരളത്തിലെ ഉത്സവങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒത്തൊരുമയും
സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നു. നാനാജാതി മതസ്ഥർ ഇവിടെ ഐക്യത്തോടെ കഴിയുന്നു. കേരളത്തിന്റെ ഐക്യത്തെയും ഒത്തൊരുമയെയും ലോകത്തിനു മുമ്പിൽ തെളിവാക്കപ്പെട്ട സംഭവങ്ങളായിരുന്നു 2018-ലെയും 2019-ലും സംഭവിച്ച മഹാപ്രളയത്തെ നാം നേരിട്ട രീതി. രാജ്യത്തിന്റെ ഉന്നത പദവി അലങ്കരിച്ച ശ്രീ KR നാരായണൻ മലയാളി ആയിരുന്നു എന്നത് അഭിമാനകരമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ കേരള പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കടുവലിയും ഈരൻ കാറ്റിൽ ഇടഞ്ഞാറിൽ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിടാ കേരളീരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം തന്നോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്നു കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.
കനകച്ചിലങ്ക കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടലിൽ കോണുകളിൽ സ്വപ്നമയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടലിൽ കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയടയിൽ ഒളിയലകൾ ചിന്നി അഴകോറൂടലാർന്ന പോലിനെ മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുൻപിൽ നിന്നു മലയാള കവിതേ ഒഴുകുമുടയടയിൽ ഒളിയലകൾ ചിന്നി അഴകോറൂടലാർന്ന പോലിനെ മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുൻപിൽ നിന്നു മലയാള കവിതേ പേതാടുനിലളിലെ കുഞ്ചന്റെ തത്തൈ കൊഞ്ചിച്ച കൈതേ അവതല മുടിയിൽ നിന്നൊരു നാറു പോറും തരികെ തഴുകത്തെ തൊഴുവിൻ പോരും നിർത്തി നീ ദേവി ദേവി പോവല്ലേ 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 ദേവി ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി ചിലങ്ക കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി ഇന്ന് മാതൃഭാഷാ ദിനം. ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം തുടങ്ങാം. എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായും മലയാളത്തിന്റെ സാംസ്കാരിക ചിഹ്നമായും കരുതുന്നു. എഴുത്തച്ഛൻ എന്ന സ്ഥാനപ്പേര് ഒരുപക്ഷെ അദ്ദേഹം ഇപ്രകാരം വിദ്യ പകർന്നു നൽകുന്നതിനായി ബഹുമാന സൂചകമായി പറഞ്ഞു പോകുന്നതാകാം. അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാമാന്യ ജനത്തിന് എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ രീതിയിൽ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയങ്ങളിൽ ഇടം വരുത്തുവാൻ കഴിഞ്ഞതിലൂടെയും ഭാഷയുടെ സംശ്ലേഷമാണ് എഴുത്തച്ഛന് സാധ്യമായത്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾ എഴുത്തച്ഛൻ്റെതായിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ സ്മരണയ്ക്ക് എല്ലാ വർഷവും ഡിസംബർ 31 തുഞ്ചൻ ദിനമായി ആചരിക്കുന്നു. എഴുത്തച്ഛൻ്റെ ഈ മഹത്തായ സംഭാവനകൾ കൊണ്ടാവാം ഭാഷാശാസ്ത്രജ്ഞർ അദ്ദേഹത്തെ ഭാഷയുടെ പിതാവായി വിജയൻ എന്നറിയപ്പെടുന്ന ഓട്ടുപുളയ്ക്കൽ വേലുക്കുട്ടി വിജയൻ 1930 ജൂലൈ 2 പാലക്കാട് ജനിച്ചു. പാലക്കാട് മലബാർ ജില്ല, മദ്രാസ് പ്രസിഡൻസി, ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. ആധുനിക മലയാള ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. കാർട്ടൂണിസ്റ്റ്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയാണ് അദ്ദേഹത്തെ മലയാള ഭാഷയ്ക്ക് സുപരിചിതനാക്കിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. പ്രവാചകന്റെ വഴിയിൽ, തലമുറകൾ എന്നിവ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി ലിറ്ററസി അവാർഡ്, പത്മഭൂഷൺ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്,
എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആധുനിക മലയാള ഭാഷയിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. മാർച്ച് 30, 2005 അദ്ദേഹം അന്തരിച്ചു. ആധുനിക കവിതയ്ക്ക് പൂർണ്ണത നൽകി കവിതയെ സാധാരണക്കാരിലെത്തിച്ച അതുല്യ പ്രതിഭ. മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മനസ്സിനെ ചിന്തയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച നമ്മുടെ പ്രിയ കവി ONV കുറുപ്പ്. ഒറ്റപ്ലാക്കൽ കൃഷ്ണക്കുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി 1931 മെയ് 27 കൊല്ലം ജില്ലയിൽ ജനിച്ചു. കവി, ഗാനരചയിതാവ്, ജ്ഞാനപീഠ ജേതാവ്, പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങി മലയാള നാടിനും പുറത്തുമായി ഒട്ടേറെ ബഹുമതികൾക്ക് അർഹനായി. മലയാളിയെ ലോകത്തിന്റെ വാനോളം എത്തിച്ച കാവ്യസൂര്യൻ. ഉപ്പ്, പൊരുതുന്ന സൗന്ദര്യം, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം തുടങ്ങിയ കൃതികൾക്ക് അദ്ദേഹം ജന്മം നൽകി. ഭൂമിയെ പ്രണയിച്ച അക്ഷരവീഥികളിലൂടെ കാതങ്ങൾ താണ്ടിയ ആ കാവ്യസൂര്യൻ 2016 ഫെബ്രുവരി 13 ഇരുളിൽ മറഞ്ഞു. നവംബർ 1 മാതൃഭാഷാ ദിനമായി ആചരിക്കുകയാണ്. നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒട്ടനേകം നല്ല കൃതികൾ സമ്മാനിച്ച സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 1933 പാലക്കാട്ട് കൂടല്ലൂരിൽ ജനിച്ചു. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ചലച്ചിത്ര രംഗത്തും മലയാള സാഹിത്യത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. പത്മഭൂഷൺ, ജ്ഞാനപീഠം, സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി ഒട്ടനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച തന്റെ നോവലായ നാലുകെട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അതുകൂടാതെ ഗോപുരനടയിൽ, സ്വർഗം തുറക്കുന്ന സമയം എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. താൻ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണ പതക്കം ലഭിച്ചു. 50-ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിൽ കടവ്, ഒരു വടക്കൻ വീരകഥ, പരിണയം, സതയം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഇതുകൂടാതെ മലയാളികളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന കൃതികളാണ് കാലം, വാനപ്രസ്ഥം, വണ്ടാമൂഴം തുടങ്ങിയവ. മലയാള ഭാഷയ്ക്ക് ഇത്രയധികം സംഭാവന നൽകിയ ഇദ്ദേഹത്തെ 1995 ജ്ഞാനപീഠവും 2005 പത്മഭൂഷണം നൽകി ഭാരത സർക്കാർ MTയിലെ പ്രതിഭയെ ആദരിക്കുകയുണ്ടായി. ഇന്ന് നവംബർ 1 മലയാള ഭാഷാ ദിനം. കേരളപ്പിറവി. മലയാള ഭാഷയിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ് KR മീര. KR മീരയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. KR മീര കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ രാമചന്ദ്രൻ പിള്ളയുടെയും അമൃതകുമാരിയുടെയും മകൾ 1970 ഫെബ്രുവരി 19 ജനിച്ചു. ശാസ്താംകോട്ടയിലെ DB കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം തമിഴ്നാട്ടിലെ ഡണ്ടിഗലിലെ ഗ്രാന്തിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നേടി. മലയാള മനോരമയിൽ പത്രപ്രവർത്തകനായ MS ദിലീപാണ് ഭർത്താവ്. ഇപ്പോൾ കുടുംബസമേതം കോട്ടയം ജില്ലയിൽ താമസിക്കുന്നു. ഏക മകൾ സുധി. ശ്രീമതി KR മീര മലയാള മനോരമയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ജോലി രാജിവെച്ചു. 2001 മുതൽ ചെറുകഥകൾ എഴുതി തുടക്കമിട്ടു. ഓർമ്മയുടെ ഞരമ്പുകളാണ് ആദ്യ പുസ്തകം. ആവേ മരിയ, ആരാച്ചാർ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഖബർ, മോഹമഞ്ഞ, പോയ്സൺ ഓഫ് ലവ്, ഹാങ്ങിങ് വുമൺ, ദ ഗോസ്പൽ ഓഫ് യൂദാസ്, ദ ഏഞ്ചൽസ് ബ്യൂട്ടി സ്പോട്ട്, യെല്ലോ ഇസ് ദ കളർ ഓഫ് ലോങ്ങിങ് തുടങ്ങി നിരവധി കൃതികളും എഴുതിയിട്ടുണ്ട്. ഓടക്കുടൽ അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മലയാള ഭാഷാ ദിനത്തിൽ KR മീരയെ പോലുള്ള സാഹിത്യകാരിമാരെയും സാഹിത്യകാരന്മാരെയും ഓർത്തുകൊണ്ട് അവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഷോഫന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് ഈ ദിനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തെ പ്രശസ്ത കവിയായ ശ്രീ ONV കുറുപ്പിനെ കുറിച്ചാണ്. 1931 ജനുവരി 27 അദ്ദേഹം ജനിച്ചത്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ONV എന്ന ചുരുക്കനാമത്തിലും അദ്ദേഹം അറിയപ്പെടുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ആധുനിക കവിതകളെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2007 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് 2010 ലഭിച്ചിട്ടുണ്ട്. അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം, അക്ഷരം എന്നിവയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. കേന്ദ്ര സർക്കാരിന്റെ പത്മവിഭൂഷൺ, പത്മശ്രീ എന്നീ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾ, നാടകങ്ങൾ, ടെലിവിഷൻ സീരിയലുകൾ എന്നിവയ്ക്കൊക്കെ അദ്ദേഹം ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. 2016 ഫെബ്രുവരി 13 ഇദ്ദേഹം അന്തരിച്ചത്. ഇത്രയും വാക്കുകൾ കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. നിൻ മനസ്സും മതി. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി.